തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് പോലല്ല, മനുഷ്യൻ നോക്കുന്നതും കാണുന്നതും പോലല്ല. നിങ്ങളല്ലാതായി മാറാൻ ഒക്കുകയില്ല. നിങ്ങളല്ലാതായി മാറണം എന്ന് പറഞ്ഞിരിക്കുന്നത് God chooses the nobodies to confound the somebodies. He can change people's mind. നിങ്ങളെ മാറ്റിയെടുക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. ഡോക്ടർ അബ്ദുൽ കലാം കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജനിക്കുന്നത് 2 ചിറകുകളായിട്ടാണ്. ആ ചിറകുകളുമായി ജനിക്കുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ കിടന്ന് ഇഴയരുത്. നിങ്ങൾ ഈ ഭൂമിയിൽ ഇഴയാനുള്ളവരല്ല, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന നീ ദൈവത്തിൻ്റെ വകയാണ്. നീ ദൈവത്തിന് വിശേഷമുള്ളവനാണ്, വിശേഷമുള്ളവളാണ്. നിനക്ക് നിന്റെ വില അറിയില്ല. അതുകൊണ്ട് നിന്നെ മാറ്റിയെടുക്കാൻ ദൈവം റെഡിയാണ്. നീയുടെ റെഡിയാകണം, നിന്റെ ഭാഗം നീ റെഡിയാകണം. നീ ഈ ഭൂമിയിൽ എഴയരുത്. ദൈവം നോബഡിയെ സമ്പടിയാക്കുന്നവനാണ്, ഒന്നുമല്ലാത്തവനെ എല്ലാം ആക്കുന്നവനാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവിക പ്രത്യാശ നൽകി ഈ ഭൂമിയിൽ ഇഴയാതെ പറക്കാൻ സാധിക്കുന്ന ഒരു അനുഭവം നിൻ്റെ മക്കൾക്ക് നൽകണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ഫോട്ടോഗ്രാഫേഴ്സ്, ചാനലിൽ ജോലി ചെയ്യുന്നവർ, വിശ്രമജീവൻ നയിക്കുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, സയൻറ്റിസ്റ്റുകളായിട്ടുള്ളവർ, ലോകമെമ്പാടും കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്നവർ, സാമൂഹ്യ പ്രവർത്തകർ, കഷ്ടതയിൽ പ്രയാസങ്ങൾ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിൻ്റെ മക്കളെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.